Meet the editors. ചോദ്യം ഇതാണ്, അടരുവാൻ വയ്യുന്നു. ജിമ്മിയിൽ തുടങ്ങിയാൽ ജിമ്മി, കഴിഞ്ഞ ഏകദേശം ഒരു 36 മണിക്കൂറായി കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്ന ചർച്ചയ്ക്കാണ് ഇന്ന് ജോസ് കെ മാണി ഇപ്പോൾ തിരശ്ശീലയിട്ടിരിക്കുന്നത്. അപ്പോഴും ചിലരെങ്കിലും കരുതുന്നത് വീണ്ടും എപ്പോഴെങ്കിലും ആ തിരശ്ശീല ഒന്നുകൂടി ഉയരുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത കാണുന്നു എന്നാണ് UDF കേന്ദ്രങ്ങൾ ഇപ്പോഴും പറയുന്നത്. കാരണം ആ ചർച്ചകൾ അവർക്ക് അത്ര ആത്മവിശ്വാസം പകർന്നതാണ്. പക്ഷേ ജോസ് കെ മാണി നാട്ടിൽ തിരിച്ചെത്തി ഉടൻ തന്നെ ആ അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു, മുളയിലെ നുള്ളിയിരിക്കുന്നു. അടരുവാൻ വയ്യുന്നു ജോസ് കെ മാണിക്ക്. ഈ ഫസ്റ്റ് റൗണ്ടിൽ UDF നിന്ന് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും LDF അവരുടെ ആ ഗെയിം ക്ലീനായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ജോസ് കെ മാണി പോകുന്നില്ല എന്ന് മാത്രമല്ല, ജോസ് കെ മാണിയുടെ കുടികൾ ആരും പോകുന്നില്ല. ആ അധ്യായം അടഞ്ഞിരിക്കുകയാണ്. പക്ഷേ അത് തൽക്കാലത്തേക്കാണ്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. പോവില്ല എന്ന് പറഞ്ഞ ശേഷം പോകുന്ന ഒരു പരിപാടി കേരള കോൺഗ്രസുകൾക്ക് പണ്ടേ ഉണ്ട്. അതൊക്കെ ഇനി നടക്കാനുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴെന്തായാലും ജോസ് കെ മാണിയുടെ വിഭാഗം കേരള കോൺഗ്രസ് LDF വിടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ അദ്ദേഹം പറഞ്ഞ വാക്കിൻ്റെ വരിയുടെ വിശദാംശങ്ങൾ, ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം എന്ന് പറയുന്ന പോലെ കേരള കോൺഗ്രസ് എവിടെയോ അവിടെയാണ് സർക്കാർ അധികാരം എന്ന് പറയുന്നതിൽ വേറെന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മറ്റ് വ്യാഖ്യാനങ്ങളാണ്. പക്ഷേ ഞങ്ങൾ LDFനൊപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവിടെ കാര്യങ്ങൾ അവസാനിച്ചു. ഇത് പക്ഷേ ജോസ് കെ മാണി ബാക്കി പറയുന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. പലരും ഞങ്ങളെ വിളിച്ചിട്ടുണ്ടാകാം, അത് ഞങ്ങളുടെ വലിപ്പം കൊണ്ടാണ്. അങ്ങനെയല്ല. ഇത് കഴിഞ്ഞ 36 മണിക്കൂറല്ല, കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നമ്മൾ ഈ കഥകളുടെ പിന്നാമ്പുറ വിശദാംശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. കത്തോലിക്ക സഭയിലെ 2 പ്രധാനപ്പെട്ട അതിരൂപതകൾ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചാലകശക്തിയായി പ്രവർത്തിച്ചിരുന്നു. അഭ്യുദയകാംക്ഷികൾ ഉപദേശിച്ചിരുന്നു. കാരണം തദ്ദേശത്തിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാണ്. കത്തോലിക്കക്ക് വളരെ സ്വാധീനമുള്ള, കേരള കോൺഗ്രസിന് സ്വാധീനം ഉണ്ടാക്കാൻ ഉള്ള 3 ജില്ലകൾ, അത് പത്തനംതിട്ടയാണ്, കോട്ടയമാണ്, ഇടുക്കിയാണ്. അവിടെ UDF തൂത്തുവാരി, അടുത്ത തെരഞ്ഞെടുപ്പിലും തൂത്തുവാരും. അതുകൊണ്ട് ഒരു നിലനിൽപ്പിൻ്റെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടെങ്കിലും UDFലേക്ക് പോകുന്നതാണ് ജോസ് കെ മാണിക്ക് നല്ലത്, ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് നല്ലത് എന്നുള്ളതായിരുന്നു ഉപദേശം. ആ ഉപദേശത്തിന് ബാക്കി എല്ലാ സാഹചര്യങ്ങളും തെളിവുകളും എല്ലാം അനുകൂലവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടങ്ങിയിട്ടു, അങ്ങനെ ഒരു ചർച്ച നടന്നു എന്ന് തന്നെയാണ്. അതിൽ 2 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. ഒന്ന്, 2 പ്രധാനപ്പെട്ട LDF യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, ഗൾഫിൽ പോയി പാർട്ടി LDFിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമര പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാതിരുന്നതും ഇതിൻ്റെയൊക്കെ സൂചനയായി തന്നെ കരുതണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പലപ്പോഴും രാഷ്ട്രീയത്തിൽ നടക്കാറുള്ളതുപോലെ അങ്ങനെ എല്ലാം കൃത്യമായി 1+1+1 അത് 3 വരും, അങ്ങനെ ഒരു കണക്കൂട്ടലൊന്നും കൃത്യമായി വരണമെന്നില്ല. അത് സംഭവിച്ചില്ല. ജോസ് കെ മാണി LDFിൽ നിന്ന് ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ് ഇനി നമുക്ക് കൗതുകമായി തോന്നുന്നത്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാനൊരു പഴയ ചരിത്രം പറയാം. 2011-16 വി സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ മൂത്രമൊഴിക്കാൻ 2 പേർ എഴുന്നേറ്റ് പോയാൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സർക്കാരുമായിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം 2013 ആകുമ്പോഴേക്കും ഒരു വളരെ വലിയ ഗൂഢാലോചന, വളരെ വലിയ ചർച്ച ആ കാലത്ത് നടന്നിരുന്നു. അത് കേരള കോൺഗ്രസ് എമ്മിനെ അടർത്തി LDFിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. CPIയിലെയും CPMിലെ നേതാക്കളൊക്കെ പ്രധാനപ്പെട്ട ചർച്ചയൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. അന്ന് വലിയ വാർത്തയായിരുന്നു. പിന്നാമ്പറ കഥകൾ പിന്നെയുമുണ്ട്. സത്യത്തിൽ അന്ന് KM മാണിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഒരു വലിയ നീക്കം, KM മാണി ഒരു പ്രധാനപ്പെട്ട ഉപമുഖ്യമന്ത്രി എങ്ങനെയായിക്കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട നീക്കം, അങ്ങനെയൊക്കെ ചർച്ചകൾ നീങ്ങിയതാണ്. അന്ന് VS അച്യുതാനന്ദൻ കൂടി ഒരു യെസ് പറഞ്ഞിരുന്നില്ല. കാരണം KM മാണിക്ക് ഇത് വളരെ ഉറപ്പായിരുന്നു. VS അച്യുതാനന്ദൻ സമ്മതിച്ചില്ലെങ്കിൽ ഇത് അവസാനം അവിടെ നിന്ന് വരികയും ചെയ്യും. അവസാനം DICയുടെ അവസ്ഥയായി പോകും, K കരുണാകരൻ്റെ അവസ്ഥയായി പോകും എന്നറിയാവുന്നതുകൊണ്ട് VS അച്യുതാനന്ദൻ ഉറപ്പ് പറഞ്ഞാലേ അങ്ങനൊരു നീക്കത്തെക്കുറിച്ച് തുടക്കമെങ്കിലും വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. VS അതിന് സമ്മതിച്ചില്ല. അങ്ങനെയാണ് ആ നീക്കം പൊളിഞ്ഞത്. അതൊന്ന്. അതിനുശേഷം ഈ സംഭവം ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇത് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്നും ഇതിനെക്കുറിച്ച് വിവരം കിട്ടി. സത്യത്തിൽ അങ്ങനെയാണ് ബാർക്കോഴ വിവാദം കത്തിപ്പൊട്ടുന്നത്. ഞാനിപ്പോഴും വിചാരിക്കുന്നത് ബാർക്കോഴ വിവാദം ഉമ്മൻചാണ്ടിയുടെയും അവരുടെ കൂടെ നിന്ന ആളുകളുടെയും ഒരു ബുദ്ധിയിൽ നിന്ന് വിരിഞ്ഞ ഒരു ഇൻസ്റ്റിഗേറ്റ്, നടന്നില്ലെന്നല്ല ബാർക്കോഴ, അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തത് അങ്ങനെയാണ്. അന്ന് കേരള കോൺഗ്രസിനെ പിളർത്തുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ, അല്ലെങ്കിൽ സത്യത്തിൽ ഉമ്മൻചാണ്ടി ചെയ്തത്. എങ്ങനെയാണ്? ഒരു കാരണവശാലും രാജിവെക്കില്ല എന്ന നിലപാടെടുത്ത മാണിയെക്കൊണ്ട് അന്ന് രാജിവെപ്പിച്ചത് ആരാണ്? PJ ജോസഫാണ്. PJ ജോസഫ് പറഞ്ഞിട്ടാണ് അവസാനം, നമുക്ക് ഓർമ്മയുണ്ട്, കൻറ്റോൺമെൻറ്റ് ഹൗസിൽ എല്ലാവരും ഇരിക്കുന്നു, മാണിയുടെ മന്ത്രിമന്ദിരത്തിൽ മാണി ഇരിക്കുന്നു, രാജിവെക്കില്ല, രാജിവെക്കും, അങ്ങനെ വലിയ സമ്മർദ്ദം. PJ ജോസഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം PJ ജോസഫിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി KM മാണി രാജിവെക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ബുദ്ധിയായിരുന്നു. അതായത്
മന്ത്രിസഭയെ മറിച്ചിടാനും മുന്നണിയെ പിളർത്താനുമുള്ള നീക്കത്തെ അങ്ങനെയാണെന്ന് കൗണ്ടർ ചെയ്ത് ഇപ്പുറത്തെ വി സച്ചിദാനന്ദനും സഹായിച്ചു. ഇതുപോലെ തന്നെയാണ് ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടി അന്ന് ഇടതുപക്ഷത്തേക്ക് പോകും എന്ന ഒരു വലിയ ചർച്ചയുണ്ടായിരുന്നു. അന്ന് കെ പി മോഹനെ പിടിക്കുകയാണ് ചെയ്തത്. കെ പി മോഹൻ ഒരേ ഒരു MLA അദ്ദേഹം പോവില്ല എന്ന് നിലപാടെടുത്തു, അതും പൊളിഞ്ഞു. സമാനമായൊരു നീക്കം LDF ഇന്ന് നടത്തി എന്നുള്ളതാണ്. അതായത് ഇങ്ങനൊരു ആലോചന തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു, കേരള കോൺഗ്രസ് ഉണ്ടാകുമോ? കേരള കോൺഗ്രസ് റോഷി ഉണ്ടാക്കും എന്ന് തീരുമാനിച്ചിരുന്നു LDF. അതനുസരിച്ച് റോഷിക്ക് കൊടുത്ത വാക്കാണ്, റോഷിക്ക് കൊടുത്ത നിർദ്ദേശമാണ്. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ കേരള കോൺഗ്രസ് പിളരണം, LDFന് കൂടെ നിൽക്കണം, അതിനുള്ള എല്ലാ പിന്തുണയും LDF വാഗ്ദാനം ചെയ്തു. ഇന്ന് 25 സെൻറ്റ് സ്ഥലം KM മാണിയുടെ സ്മരണയ്ക്ക്, അത് 5 വർഷം മുമ്പാണ് 5 കോടി അനുവദിക്കുന്നത്. പിന്നെ ആ പരിപാടിയെക്കുറിച്ച് നമ്മളാരും കേട്ടിട്ട് പോലുമില്ല. KM മാണി സ്മാരക സെൻറ്റർ, അതിനെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല. ഇന്ന് പെട്ടെന്ന് ഒരു 25 സെൻറ്റ് സ്ഥലം തിരുവനന്തപുരത്ത് വളരെ നിസ്സാര വിലയ്ക്ക് അനുവദിച്ചത് പോലും ആവശ്യപ്പെട്ടിട്ട് പോലുമല്ല, പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വളരെ പ്ലാൻഡായിട്ട് LDF നീങ്ങുന്നു. അത് റോഷി അഗസ്റ്റിനെ മുന്നിൽ വെച്ചായിരുന്നു. റോഷി അഗസ്റ്റിൻ പരമാവധി ആളുകളെ പിടിക്കുന്നു. ജോസ് കെ മാണിക്കെതിരെ ഒരു വലിയ നീക്കത്തിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഇപ്പുറത്തെ ജോസ് കെ മാണിയാകട്ടെ പാർട്ടിയെ പിളർത്താതെ മൊത്തത്തിൽ എല്ലാവരെയും കൊണ്ട് UDFിലേക്ക് പോകാം എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. അത് നടക്കില്ല എന്ന് വ്യക്തമാകുന്നു. ഇപ്പോഴേ ദുർബലമായൊരു പാർട്ടി, കഴിഞ്ഞ തവണ 12 സീറ്റിൽ മത്സരിച്ച് 5 സീറ്റിൽ മാത്രം വിജയിച്ചൊരു പാർട്ടി, അതിൽ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിനും റാന്നി MLA ആയിട്ടുള്ള പ്രമോദ് നാരായണനും മാത്രമല്ല മറ്റ് ചില പ്രധാനപ്പെട്ട ആളുകളും ഈ നീക്കത്തെ തടസ്സപ്പെടുത്തി എന്നുള്ളത് വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് വിദേശത്ത് ജോസ് കെ മാണി എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ തുടരും എന്ന് പറഞ്ഞ് സ്വന്തം നിലയ്ക്കാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. 2026 തുടരും എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടു പിന്നാലെ റാന്നി MLA പ്രമോദ് നാരായണനും പോസ്റ്റ് ഇടുന്നു. അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അതായത് ഇങ്ങനൊരു അഭ്യൂഹം നിലനിൽക്കെ ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്ന് ഒരു അഭിപ്രായവും ഇല്ലാതിരിക്കെ തന്നെ പാർട്ടിയിലെ 2 MLA മാർ ഞങ്ങൾ LDF വിടില്ല എന്ന് പ്രഖ്യാപിച്ചു. അത് LDFിൻ്റെ തുറുപ്പ് ചീട്ടായിരുന്നു, LDFിൻ്റെ നീക്കമായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്തും എന്നുള്ള സന്ദേശമാണ് ജോസ് കെ മാണിക്ക് കൊടുത്തത്. ആ നീക്കത്തെ തടയാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞില്ല. അതല്ലെങ്കിൽ ചർച്ചകളൊക്കെ നടന്ന ഒരു ഘട്ടം വരെ എത്തി നിൽക്കുമ്പോൾ പാലാ പോലെ ഒരു സ്ഥലത്ത് ജയിച്ച് വീണ്ടും രാഷ്ട്രീയാസ്തിത്വം വീണ്ടെടുക്കാൻ കാത്തിരിക്കുന്ന ജോസ് കെ മാണിക്ക് UDF തന്നെയായിരുന്നു നല്ലത്. നേരത്തെ പറഞ്ഞതുപോലെ 3 ജില്ലകൾ, കോട്ടയം, പത്തനംതിട്ട, അതുപോലെ തന്നെ ഇടുക്കി, ആ ഇടുക്കിയിൽ UDF അടിച്ചു കയറുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് അവരുടെ കൂടെ നിൽക്കുന്നതായിരുന്നു നല്ലത്. എന്ന് മാത്രമല്ല പാലായിൽ ജയിക്കാൻ ജോസ് കെ മാണിക്ക് എപ്പോഴും UDFിൻ്റെ സഹായമാണ് ഏറ്റവും നല്ലത്. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ കഴിഞ്ഞ തദ്ദേശം മുതൽ അതിന് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം വ്യക്തമാണ്. UDFിൻ്റെ കയ്യിൽ തന്നെയാണ് ആ സ്ഥലം. ഈ തദ്ദേശത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ടെന്ന കാര്യം അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ എല്ലാവരും കരുതുന്നത് പോലെ മാണി സി കാപ്പൻ ആയിരുന്നില്ല തടസ്സം. ഈ മാണി സി കാപ്പൻ എങ്ങനെയാണ് UDFിൻ്റെ ഭാഗമാകുന്നത്? മാണി സി കാപ്പൻ ജോസ് കെ മാണിക്ക് വേണ്ടി LDF മാണി സി കാപ്പനെ പുല്ലുപോലെ എടുത്ത് മാറ്റിയിട്ട് ആ പാലാ സീറ്റ് ഓഫർ ചെയ്യുമ്പോഴാണ് മാണി സി കാപ്പൻ UDFിൻ്റെ ഭാഗമായി വരുന്നത്. അതിൻ്റെ കാരണം മാണി സി കാപ്പൻ്റെ ഒരു വളരെ ചെറിയൊരു പാർട്ടി, വിഭജിച്ചു വന്ന ഒരു ചെറിയ സംവിധാനമാണ്. ആ സംവിധാനത്തിന് പാലായ്ക്ക് അപ്പുറത്തേക്കോ അല്ലെങ്കിൽ ആ ഒരു സീറ്റിന് അപ്പുറത്തേക്കോ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണെന്ന് മാണിയെ കൂടെ കൂട്ടാൻ വേണ്ടി മാണി സി കാപ്പനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ സീറ്റ് മാണി ഗ്രൂപ്പിന് ഓഫർ ചെയ്തത്. ഇതുപോലെ തന്നെ ഇത്തവണ മാണി ഗ്രൂപ്പ് വന്നിരുന്നെങ്കിൽ മാണി സി കാപ്പൻ്റെ ഒരു എതിർപ്പും പരിഗണിക്കാതെ മാണി സി കാപ്പന് വേണമെങ്കിൽ സീറ്റ് കൊടുക്കാം, വേറെ എന്തെങ്കിലും പദവി കൊടുക്കാം, പക്ഷേ അത് പരിഗണിക്കുന്ന പ്രശ്നമില്ല എന്ന മട്ടിലായിരുന്നു UDF. പാലാ സീറ്റ് അടക്കം ജോസ് കെ മാണിക്ക് ഓഫർ ചെയ്ത് വെച്ചിരുന്നതാണ്. ആ ഓഫറിൽ പിടിച്ചുകൊണ്ടാണ് ജോസ് കെ മാണി ഇങ്ങോട്ട് വരാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം കൂടി. പക്ഷേ പാർട്ടി പിളരുമെന്നും പാർട്ടിയിലെ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കും എന്നുള്ള ഒരു ഭയം, തൻ്റെ നേതൃത്വത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് രണ്ട് ഭാഗമായി തൻ്റെ പാർട്ടി പിളർന്നു പോയാൽ വീണ്ടും ദുർബലമാകും. ഇപ്പോൾ തന്നെ 5 MLA മാരുള്ള പാർട്ടിയിൽ തൻ്റെ സംവിധാനവും തൻ്റെ പാർട്ടിയും തൻ്റെ നേതൃത്വവും വീണ്ടും ദുർബലമാകും എന്ന് കരുതി മനസ്സിലായതുകൊണ്ടാണ് ജോസ് കെ മാണി അതിനുശേഷം ഇന്നലെ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നതിന് ശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിൽ വ്യക്തത വരുന്നില്ല എന്ന് മറുപക്ഷം വ്യക്തമാക്കിയപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തുകയും അവസാനം ഇടതുമുന്നണിക്കൊപ്പം എന്ന് തിരുത്തിക്കൊണ്ടുള്ള പോസ്റ്റ് വരികയും ചെയ്തത്. അങ്ങനെയാണ് ആ കൊട്ടാര കലാപം അവസാനിച്ചത്. പാർട്ടി ചെയർമാൻ്റെ നേതൃത്വത്തിൽ UDFുമായി നടന്ന ചർച്ച പാർട്ടി പിളർത്തും എന്ന ഒരു ഭീഷണിയിലൂടെ റോഷി അഗസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് LDF പരാജയപ്പെട്ടിരിക്കുന്നു. 1ാം റൗണ്ടിൽ LDFിന് ആശ്വസിക്കാം. ഒരു തരത്തിലും യാതൊരു പ്രശ്നവും ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്ന് ആ പാർട്ടിയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ സ്ഥിതി. LDF ആശ്വാസത്തിലാണ്. LDFിൻ്റെ നേതാക്കളെല്ലാവരും വളരെ വലിയ ആത്മവിശ്വാസത്തിലുമാണ്. പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പ് നാടകത്തിലെ, രാഷ്ട്രീയ നാടകത്തിലെ 1ാം ഘട്ടമാണ്. ഈ കർട്ടൻ അവസാനിച്ചിരിക്കുന്നു. ചിലപ്പോൾ നാളെ ഈ കർട്ടൻ ഉയരാനുള്ള
സാഹചര്യവും സാധ്യതയും ഒക്കെ ഉണ്ടാകാം. 16-ാം തീയതി ഒരു പ്രധാനപ്പെട്ട യോഗം വരുന്നുണ്ട്. അന്ന് ഈ 5 MLA-മാർ മാത്രമല്ല, പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും വരും. അന്ന് ഒരു ബലപരീക്ഷണത്തിനൊന്നും ശ്രമിക്കില്ലെങ്കിലും പൊതുവെയുള്ളൊരു മൂഡ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം ഇരു കൂട്ടരും നടത്താനുള്ള സാധ്യത കൂടിയുണ്ട്. ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം അടരുവാൻ വയ്യെന്നോ ജോസ് കെ മാണിക്ക് LDF-ൽ നിന്നും എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, അടരുവാൻ വയ്യേ? അടരാതിരിക്കാൻ വയ്യ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടരേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ ഒരു ധൃതരാഷ്ട്രാലിംഗനത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണ് ജോസ് കെ മാണി എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ പ്രതികരണത്തിൽ തന്നെ ജോസ് കെ മാണി പറയുന്നുണ്ട്. ഇന്നലെ മന്ത്രി പി രാജീവ് വിളിച്ചു. ഇപ്പോൾ കോടതിയുടെ മുന്നിലുള്ള 2 വിഷയങ്ങൾ, ഈ പറഞ്ഞ ഭിന്നശേഷി അധ്യാപക നിയമനവും ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട 2 വിഷയങ്ങളിലും കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് നമ്മളതിൽ മുന്നോട്ട് പോവുകയാണ് എന്ന കാര്യം മന്ത്രി പി രാജീവ് വിളിച്ച് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ് എന്ന കാര്യം ഇന്ന് അദ്ദേഹം പരസ്യമായി പറയുന്നു. ഇനിയിപ്പോൾ മന്ത്രിസഭാ തീരുമാനമായി വന്നിരിക്കുന്ന KM മാണിക്കുള്ള സ്മാരകം 5 വർഷം മുമ്പ് പ്രഖ്യാപിച്ച 5 കോടി എന്നുള്ളതാണ്. അതിപ്പോൾ കണ്ണായ സ്ഥലത്താണ് തിരുവനന്തപുരത്ത് അത് അനുവദിച്ചിരിക്കുന്നത്, കവടിയാറിൽ പാട്ടത്തിന് കൊടുത്തിരിക്കുന്നത് 30 വർഷത്തേക്ക്. അപ്പോൾ ആ രൂപത്തിലേക്കുള്ള തീരുമാനം വന്നിരിക്കുമ്പോൾ എന്തു പറഞ്ഞു പോകും എന്നാലോചിക്കുമ്പോൾ ഇനി തീരെ പോകാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു പൂട്ട് ഇട്ടിരിക്കുകയാണ് LDF എന്നുള്ളതാണ്. VN വാസവൻ സംസാരിക്കുന്നു, പലരും സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല എന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞതിനോട് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കില്ല. പാർട്ടിക്കകത്ത് തന്നെ ഭിന്നാഭിപ്രായമുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞതിൽ മനസ്സിലാക്കണം. അദ്ദേഹം ഇന്ന് പറഞ്ഞ വാചകങ്ങൾ ഇതാണ്: ഒരു രാഷ്ട്രീയ സംവിധാനത്തിനകത്ത് പലപ്പോഴും പല അഭിപ്രായങ്ങൾ കാണും, പക്ഷേ ഫൈനലായിട്ട് പാർട്ടിയുടെ അഭിപ്രായമാണ് മെയിൻ. പാർട്ടിയുടെ അഭിപ്രായമാണ് ഇവിടെ നിലനിൽക്കുക എന്നുള്ളതാണ്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് വ്യത്യസ്ത അഭിപ്രായമില്ലാത്തത്? ചർച്ച ചെയ്യുമ്പോൾ പല അഭിപ്രായങ്ങൾ വരും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പോകേണ്ടതുണ്ട്. ഇവിടെ തുടർന്നാൽ ഇനി ബുദ്ധിമുട്ടാണ്. അതായത് പാർട്ടിയുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട്, പാർട്ടിയുടെ അസ്തിത്വം എന്നതിനപ്പുറം ജോസ് കെ മാണിയുടെ അസ്തിത്വം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് നോക്കുമ്പോൾ ഇവിടെ തുടർന്നാൽ ഇനി എന്ത് ലാഭം എന്നുള്ളതിലേക്ക് അവർ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വലിയ തിരിച്ചടിയോടുകൂടിയാണ് അങ്ങനെ ഒരു ആലോചനയിലേക്ക് കടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലൊരു കൗതുകരമായ കാര്യം, റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായൺ ആണ് ഇപ്പോൾ പോകരുത് എന്ന നിലപാട് ഒപ്പമുണ്ട് എന്നുള്ള കാര്യം നിലപാടെടുത്തിരിക്കുന്നത്, തുടരും എന്നുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം ജോസ് കെ മാണി ഇട്ട പോസ്റ്റിൽ ഇടതുമുന്നണിക്കൊപ്പം എന്ന് ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നീട് ഇടതുമുന്നണി എന്ന് ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് ചേർക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നെ അന്ന് മുമ്പ് ജോസ് കെ മാണി ലെഫ്റ്റിലേക്ക് പോകാൻ തീരുമാനിക്കുന്ന സമയത്ത് ഏറ്റവും അധികം വിമുഖത കാണിച്ചിരുന്ന ആളാണ് റോഷി അഗസ്റ്റിൻ എന്നുള്ളതും ഓർക്കണം. പക്ഷേ ഇന്ന് ഇടതിൻ്റെ ഏറ്റവും അടുത്ത നേതാവായി റോഷി അഗസ്റ്റിൻ മാറിയിരിക്കുന്നു. അത് കുറച്ച് വൈകാരികമായ അടുപ്പം കൂടിയാണ്, പിണറായി വിജയനുമായിട്ടുള്ള ബന്ധം കൂടിയുണ്ട്. അതുകൂടി കേന്ദ്രീകരിച്ച് റോഷി അഗസ്റ്റിൻ വഴിയാണ് ഇപ്പോൾ ജോസ് കെ മാണിയെ ആ സമ്മർദ്ദത്തിലാക്കുന്നത് എന്നുള്ളതാണ്. ആ സമ്മർദ്ദം അവിടെ നിൽക്കുന്നു, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കുന്നു. അപ്പുറത്ത് ഈ പറഞ്ഞ അസ്തിത്വ പ്രശ്നം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്ന വലിയ തിരിച്ചടി, ആ തിരിച്ചടി എന്ന് പറയുന്നത് പാർട്ടിക്ക് ഏറ്റവും അധികം സ്വാധീനമുണ്ടായിരുന്ന എല്ലാ മേഖലകളിലും, പത്തനംതിട്ട, ഇടുക്കി, എല്ലാ മേഖലകളിലും അത് കൃത്യമായി, കോട്ടയം, എല്ലാ മേഖലകളിലും അത് കൃത്യമായി അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇനി എന്തു ചെയ്യുമെന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്നു എന്ന് വരികയാണെങ്കിൽ ഇടുക്കി ഇപ്പോൾ ജോസഫ് വിഭാഗത്തിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ വന്നാൽ അവിടെ മത്സരം ശക്തമായിരിക്കും. ആ വേവിൽ എന്ത് സംഭവിക്കും എന്നുള്ള റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചും വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവിടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ 12 സീറ്റ്, 12 ചോദിച്ച് 13 ചോദിച്ചാൽ 13 കിട്ടുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അപ്പുറത്ത് പോയാൽ എത്ര സീറ്റ് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പുറത്ത് പോയാൽ എവിടെ എത്ര സീറ്റ് കിട്ടും എന്നതിനപ്പുറം വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ പാർട്ടിക്കകത്ത് ഉണ്ട്. ഇപ്പോൾ ജോസ് കെ മാണി എവിടെ മത്സരിക്കും ഇടതുമുന്നണിയിൽ നിന്നാൽ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ. ഇടതുമുന്നണിയിൽ നിന്നാൽ എവിടെ മത്സരിക്കും? പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് വന്നാൽ പാലായിൽ വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ വിജയസാധ്യത കുറവാണ്. അപ്പോൾ UDF-ലേക്ക് പോയാൽ അങ്ങനെയല്ല, പാല കിട്ടും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് ജോസ് കെ മാണി വന്നാൽ. ഇപ്പോൾ എതിർപ്പ് പറയുന്ന മാണി സി കാപ്പനെ അനുനയിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് UDF ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. ഇതിലപ്പുറം തന്നെ സഭയിൽ നിന്നുള്ള സമ്മർദ്ദമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ചങ്ങനാശ്ശേരി സഭയിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും കൃത്യമായി പറയുകയാണെങ്കിൽ ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ എടുത്തിരിക്കുന്ന നിലപാട് ഇതിൽ നിർണായകമാണ്. അദ്ദേഹം കൃത്യമായും ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന സൂചന. ഹിതകരമാവുക, UDF-നൊപ്പം നിൽക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പല വിഷയങ്ങളുണ്ട്. ഈ ഭിന്നശേഷി സംവരണം, JB കോശി കമ്മീഷൻ വിഷയത്തിലുള്ള പരാതി നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 14 മണിക്കൂറിൽ പരിഹരിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഉറപ്പുകൾ, അത് ആ രൂപത്തിൽ സഭ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൽ UDF നടത്തിയിരിക്കുന്ന മലയോര
ജാഥയുണ്ടല്ലോ, ആ മലയോര ജാഥയിൽ സഭകളുടെ വിശ്വാസം നേടിയെടുക്കാൻ ഇപ്പോൾ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ആ ഒരു റൂട്ട് അങ്ങനെയാണ്, സഭ വഴിയുള്ള സമ്മർദ്ദം എന്നുള്ളതാണ്. അപ്പോൾ ആത്യന്തികമായി ജയിക്കുന്നിടത്തേക്ക് പോവുക. എപ്പോഴും കേരള കോൺഗ്രസ് എടുത്തിട്ടുള്ള ഭരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇന്ന് പറഞ്ഞിരിക്കുന്നത് ലൈഫ് ബോയുടെ പരസ്യവാചകം പോലെയാണ് നമുക്ക് തോന്നുകയെങ്കിലും അവരെ സംബന്ധിച്ചിപ്പോഴും ഭരിക്കുന്നിടത്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണോ ഭരണം എന്നതിലേക്ക് ഈ വാചകം വേണമെങ്കിൽ നാളെ മുന്നണി മാറുകയാണെങ്കിൽ പറയാവുന്നതാണ്, ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഇന്നത്തെ അദ്ദേഹത്തെ വാർത്താ സമ്മേളനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്: മൂന്നാമതും പിണറായി സർക്കാർ വരും, LDF വീണ്ടും ഭരണത്തിൽ വരും, ഞങ്ങൾ വിജയിക്കും എന്ന ഒരു വാചകം എവിടെയും പറഞ്ഞതായി കേട്ടില്ല. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ബുദ്ധിപൂർവമായ പ്രതികരണമാണ് ജോസ് കെ മാണി നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ LDF തുടരുമെന്ന് പറയുന്നുണ്ട്. എന്ത് തീരുമാനം പാർട്ടി ഒറ്റക്കെട്ടായാണ് തീരുമാനിക്കുക എന്ന് പറയുന്നുണ്ട്. അത് 5 MLA-മാർ അതിൽ വ്യത്യസ്ത സ്വരം ഉണ്ടാകില്ല, അതായത് വ്യത്യസ്ത സ്വരമുള്ളവരെ കൂടി തൻ്റെ നിലപാടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. കോൺഗ്രസ് പരസ്യമായി എവിടെയും ഞങ്ങൾ ചർച്ചകൾ നടത്തിയെന്ന് തുടക്കത്തിൽ അടൂർ പ്രകാശ് പറഞ്ഞ ഒഴിച്ചാൽ പിന്നീട് യഥാർത്ഥ ചർച്ചകളിലേക്ക് വന്ന ശേഷം ആരും അങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് പോയിട്ടില്ല. വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. UDF-നെ സംബന്ധിച്ചിപ്പോൾ കോൺഗ്രസ് വാതിൽ തുറന്നിട്ടിട്ട് ആരെങ്കിലുമൊക്കെ കയറി വന്നോട്ടെ എന്ന രൂപത്തിൽ നടക്കില്ലല്ലോ. ഉറപ്പായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നാമ്പുറ ചർച്ചകൾ നടന്നിട്ടുണ്ട്, കോൾസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം ജോസ് കെ മാണിയും സമ്മതിക്കുന്നുണ്ട്. ആര് എന്ത് എന്നൊന്നും പറയുന്നില്ല. സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞതാണ്, സോണിയാഗാന്ധി വിളിച്ചു എന്നുള്ളതൊന്നും ശരിയായ വാർത്തയാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഹൈക്കമാൻഡിൽ നിന്നും ഒരു കോൾ പോയിട്ടുണ്ട് ജോസ് കെ മാണിക്ക് എന്നുള്ളതാണ്. ജോസ് കെ മാണിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ച് സ്വാഭാവികമായ സഖ്യം എന്ന രീതിയിൽ UDF-ലേക്ക് വരാനുള്ള സാധ്യതകളാണ്. ഇനി ഇപ്പുറത്തേക്ക് വന്നാലും അത്ര എളുപ്പമല്ല എന്നൊരു വിഷയം കൂടിയുണ്ട്. ഇപ്പുറത്ത് വന്നാൽ ജോസഫ് വിഭാഗം കോൺഗ്രസിൽ തന്നെ കോട്ടയത്തടക്കമുള്ള കോൺഗ്രസിലെ നേതാക്കൾക്കുള്ള സീറ്റുകളിലുള്ള താല്പര്യം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വിട്ടുവീഴ്ചകൾ എല്ലാവരും ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ആ വിട്ടുവീഴ്ചകൾ ആർക്കൊക്കെ ചെയ്യേണ്ടി വരുമെന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുന്നു. അത് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഉൾപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഈ പ്രശ്നം ഉണ്ടാകാനിടയുണ്ട്. ഇനി നമുക്കറിയാവുന്ന പോലെ പാലായിൽ നമുക്കറിയാം, അവിടെ ജോസ് കെ മാണിയുടെ എതിർപ്പിനെ തുടർന്നാണ് ബിനു പുളിക്കക്കണ്ടം, ആ കുടുംബം തന്നെ തിരിച്ച് വോട്ട് ചെയ്യും. അവിടെ ഒരു ഏറ്റവും യങ്ങായ വനിത അവിടെ അധ്യക്ഷയായി വരികയൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ജോസ് കെ മാണി ഒറ്റ ഫാക്ടറിലാണ് അവർ തെറ്റിപ്പോയത്. അപ്പോൾ അതും ഒരു പ്രശ്നമാണ്. അത്തരം ഈ തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അവിടെ നിൽക്കുന്നു. പക്ഷേ ചർച്ചകൾ നടക്കാൻ ഇടയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനം സഭ എടുക്കുന്ന നിലപാടാണ്. സഭ ആത്യന്തികമായ ഒരു നിലപാട് ഉറപ്പിച്ചു പറഞ്ഞാൽ അതിനെ ഖണ്ഡിക്കാൻ ജോസ് കെ മാണിക്ക് സാധിക്കില്ല. ഒരുപക്ഷെ അത് പറഞ്ഞിട്ടാകാം ഒരുപക്ഷെ അടുത്തൊരു തീരുമാനത്തിലേക്ക് പോവുക. നിലവിൽ മറ്റന്നാളത്തെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും വലിയൊരു തീരുമാനമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അകത്ത് ഉള്ള ചർച്ചകൾ നടക്കുന്നു എന്നല്ലാതെ വലിയൊരു തീരുമാനത്തിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. പക്ഷേ ഇനിയും സമയം കിടക്കുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ആത്യന്തികമായി അടരാനാണ് സാധ്യത. ഓക്കെ, നമുക്ക് ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അടരുവാൻ വയ്യേ എന്നുള്ളതാണ് ചോദ്യം. അടരുവാൻ വയ്യെന്ന് മാത്രമല്ല, അടർത്താനുള്ള നീക്കങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങിയൊരു ദിവസമായിരുന്നു ഇത്. യഥാർത്ഥത്തിൽ UDF-ന്റെ ആ വിസ്മയത്തിൻ്റെ മെഷീൻ താൽക്കാലികമായി ഓഫാക്കുന്നതാണ് നല്ലത്. ആ വിസ്മയ മെഷീൻ ആദ്യം തന്നെ 8 നിലയിൽ പൊട്ടിപ്പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. അതാണ് ഇന്ന് ജോസ് കെ മാണി വന്ന് പറഞ്ഞത്. വ്യസനസമേതം അറിയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ആ വിസ്മയം ഉണ്ടാക്കുന്ന യന്ത്രം താൽക്കാലികമായി UDF ഓഫാക്കുന്നതായിരിക്കും നല്ലത്. 2 കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറയാം. അതിലൊന്ന്, ഇതിൽ അർത്ഥസത്യങ്ങൾ ഉണ്ടായിരുന്നു. ആ അർത്ഥസത്യങ്ങളിൽ എത്രത്തോളമാണ് സത്യം, എത്രത്തോളമാണ് അസത്യം എന്നുള്ളത് തിരിഞ്ഞൊരു ദിവസം കൂടിയാണ്. ജോസ് കെ മാണിയെ പ്രതി, കേരള കോൺഗ്രസിനെ പ്രതി ഉണ്ടായ ചർച്ചകളിൽ. അതിനു മുമ്പ് ഇന്ന് വളരെ ഗംഭീരമായൊരു വാചകമാണ് ജോസ് കെ മാണി പറഞ്ഞത്. ലൂക്കായുടെ 23-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ കുരിശിലേറ്റാൻ കൊണ്ടുപോകുന്ന സമയത്ത് യേശുക്രിസ്തു പിന്തിരിഞ്ഞു നിന്ന് തന്നെ പ്രതി കരയുന്ന ജെറുസലേമിലെ ആളുകളോട് പറയുകയാണ്, ജെറുസലേമിലെ പുത്രിമാരെ, നിങ്ങൾ എന്നെ പ്രതി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയൂ എന്നുള്ളതാണ്. കുരിശിലേറ്റാൻ കൊണ്ടുപോകുന്ന സമയത്താണ് എന്നുള്ളതാണ് അതിലൊരു തമാശ, ഹൈലൈറ്റ്. പിന്നെ പിന്തിരിഞ്ഞ് പറയുമ്പോൾ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് ഓർമ്മിച്ച് നിങ്ങൾ കരഞ്ഞോളൂ എന്നുള്ളതാണ്. സാങ്കേതികമായി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ ജോസ് കെ മാണി LDF-ലേക്ക് വന്നിരുന്നെങ്കിൽ, സാങ്കല്പികമാണ്, എന്താ സംഭവിക്കാൻ പോകുന്നത്? UDF-ലേക്ക് വന്നിരുന്നെങ്കിൽ LDF-ന് എന്താണ് ഇതിനകത്ത് നേട്ടം ഉണ്ടാവാൻ പോകുന്നത്? നോക്കൂ, ജോസ് കെ മാണി UDF-ലേക്ക് വന്നാൽ സംഭവിക്കാൻ പോകുന്ന 3 മാറ്റങ്ങൾ. ഒന്ന്, പാലാ മുനിസിപ്പാലിറ്റി LDF-ന്റെ കയ്യിലിരിക്കും. കാര്യം ബിനു പുളിക്കക്കണ്ടവും ഈ 3 പേരും 3 വോട്ടുകളും LDF-ന് അനുകൂലമായിട്ട് തീരും. അപ്പോൾ പാലാ മുനിസിപ്പാലിറ്റി LDF-ലേക്ക്. 2, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഇന്ന് കടുത്തുരുത്തിയിൽ മോൻസിൻ്റെ വാക്കുകൾ വളരെ ഷാർപ്പായിരുന്നു. ഒരു കാരണവശാലും ജോസ് കെ മാണിയെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ജോസഫ് മുന്നോട്ട് പോവില്ല. വളരെ കൃത്യമായി മറിയും. കടുത്തുരുത്തിയും തൊടുപുഴയും LDF-നോടൊപ്പം വരും. ആ സമയത്ത് റോഷി അഗസ്റ്റിൻ, പ്രമോദ്, ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജയരാജ്. ഇതിൽ റോഷി അഗസ്റ്റിൻ്റെ വിജയമുറപ്പ്, ജയരാജ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഉറപ്പ്. അപ്പോൾ തൊടുപുഴയും കടുത്തുരുത്തിയും ഇടുക്കിയും ഈ പറയുന്ന കാഞ്ഞിരപ്പള്ളിയും 4 MLA സീറ്റുകൾ അവിടെ ഷുവർ ബെൽറ്റാണ്.
മാണി സി കാപ്പൻ. ദാറ്റ് ഈസ് എ തേർഡ് എഫക്ട്. മാണി സി കാപ്പൻ മണ്ഡലത്തിൽ പ്രചരണം തുടങ്ങാൻ പോവുകയാണ്. മാണി സി കാപ്പൻ ഒരു കാരണവശാലും പാല വിട്ടുകൊടുത്തൊരു കളിയില്ല. മാണി സി കാപ്പൻ നേരെ LDFിലേക്ക് വരും. അങ്ങനെ വന്നാൽ ആർക്കാ ഇപ്പോൾ 5 MLA കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിഭാഗത്തിൽ നിന്നുണ്ട്. ഇനി ജോസ് കെ മാണി പോയാലോ? ജോസ് കെ മാണിയെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്നും 3, പോട്ടെ 2, തൊടുപുഴയും തൊടുപുഴയും കടുത്തുരുത്തിയും ജോസഫ് വിഭാഗത്തിൽ നിന്ന് വരുന്ന 2, ഒപ്പം തന്നെ മാണി സി കാപ്പൻ്റെ 1, 5 അപ്പോഴും LDFിനൊപ്പം ഉണ്ടാവും. ഈ ഗെയിം യഥാർത്ഥത്തിൽ ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മിനിമം കോമൺ സെൻസിൽ ഇന്ന് തിരുവമ്പാടി പോയപ്പോഴുള്ള വലിയ പ്രതീക്ഷ ഇന്ന് പാണക്കാട് മാണി സി കാപ്പൻ പോയപ്പോഴുള്ള പ്രതീക്ഷ മാണി സി കാപ്പന് തിരുവമ്പാടിയിലേക്ക് അയച്ചുകൊണ്ട് പാലാ സീറ്റ് എടുത്തു കൊടുക്കാനായിരുന്നു തീരുമാനം എന്നുള്ളതാണ്. ഇതൊക്കെ കോൺഗ്രസിൽ നടന്ന ചില നേതാക്കൾക്കിടയിൽ മാത്രം നടന്ന ചർച്ചകളാണ് കേട്ടോ. ഇനി ഇതിലെ സത്യങ്ങളും അർത്ഥസത്യങ്ങളും അസത്യങ്ങളും എന്താണെന്ന് കൂടി ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം ഞാൻ പറയാം. ഒന്ന്, നേരത്തെ സ്മൃതി പറഞ്ഞത് കറക്റ്റാണ്. ചങ്ങനാശ്ശേരി പിതാവിൻ്റെ നേതൃത്വത്തിലാണ്, തറയിൽ പിതാവിൻ്റെ നേതൃത്വത്തിലാണ് ചില അസംതൃപ്തി കേരള കോൺഗ്രസിനെ അറിയിച്ചിരിക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. അതിൽ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭിന്നശേഷി അധ്യാപക നിയമനവും മറ്റൊന്ന് JB കോശി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഈ 2 വിഷയങ്ങളും നോക്കൂ. JB കോശിയുടെ കാര്യത്തിൽ 280-ൽ 222 നടപ്പിലാക്കി കഴിഞ്ഞു. അതിൻ്റെ കണക്കുകൾ ഇപ്പോൾ കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ JB കോശിയെക്കുറിച്ച് സഭയിൽ വലിയ അഭിപ്രായ വ്യത്യാസമില്ല കേട്ടോ. കാര്യങ്ങൾ ഇപ്പോൾ P രാജീവ് നേരിട്ടിടപെട്ട് ഇത് സഭാ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. സിനഡിലടക്കം P രാജീവ് പോയിരുന്നു, കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ JB കോശിയെക്കുറിച്ചുള്ള ചർച്ച സഭയിലില്ല. രണ്ടാമത്തെ കാര്യം, ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യം. ഈ സർക്കാർ എന്താ ചെയ്തത്? സുപ്രീം കോടതിയിലേക്ക് പോയത് NSS ആണ്. NSS ഒരു വിധി നേടുന്നു. അത് മറ്റുള്ളവർക്ക് കൂടി ബാധകമാക്കണമെങ്കിൽ സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? സുപ്രീം കോടതിയിൽ കൊടുക്കണം. സർക്കാർ എതിർപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു അഫിഡവിറ്റ് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അത് വരണം. അത് വരാതെ ഈ സുപ്രീം കോടതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരത്തക്ക രീതിയിൽ സർക്കാരിന് നീങ്ങാൻ പറ്റൂ. അത് സഭാ നേതൃത്വത്തെ വളരെ ക്ലാരിറ്റിയോട് കൂടി അറിയിച്ചിട്ടുണ്ട്. അതായത് സഭയിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയിലിരിക്കുന്ന വിഷയത്തിൽ സർക്കാർ സഭയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് വളരെ വ്യക്തമായി നിയമവകുപ്പ് മന്ത്രി തന്നെ അക്കാര്യം ജോസ് കെ മാണിയെ വിളിച്ചറിയിച്ചു. ജോസ് കെ മാണി ഈ വിവരം ചങ്ങനാശ്ശേരിയിലും അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 2 പ്രശ്നങ്ങളും സാങ്കേതികമായി സഭ ഉയർത്തിയ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് അതിലെ സത്യം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. എന്നാൽ സഭയിൽ ചില ബിഷപ്പുമാർക്ക് ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിഷമം ഉണ്ടായത് ഇതിൻ്റെ സാങ്കേതിക വിഷയത്തിലല്ല. ശിവൻകുട്ടി മിനിസ്റ്ററുടെ ഒരു പ്രതികരണം സഭയിലെ നേതാക്കൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ഈ സഭാ നേതൃത്വമായ ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിലൊന്ന്, ഈ വരട്ടാൻ നോക്കണ്ട എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മന്ത്രി പറഞ്ഞുപോയി. രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അത് വിമോചന സമരകാലത്തെ പോലെ ഒരു പടയൊരുക്കത്തിനുള്ള നീക്കം എന്ന മറ്റുള്ള വ്യാഖ്യാനമുണ്ട്. ഇത് രണ്ടും ചില സഭാപിതാക്കന്മാരെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ ഇപ്പോൾ പൂർണ്ണമായും സഭാ നേതൃത്വം അതിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ നടത്തിയിരിക്കുന്നതാവട്ടെ VN വാസവനുമാണ്. വളരെ കൃത്യമായി വളരെ പെട്ടെന്ന് 24 മണിക്കൂറിനുള്ളിൽ ഡാമേജ് കൺട്രോൾ എക്സസൈസ് VN വാസവൻ നടത്തിയിരിക്കുന്നു. ജോസ് കെ മാണി ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സഭ LDF വിട്ടുപോവില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. 2 കാരണങ്ങളാലാണ്. അതിലൊന്ന്, പറഞ്ഞു പോകാനൊരു കാരണം വേണം. ഇനി നിങ്ങൾക്ക് ഭിന്നശേഷി സംവരണത്തിൻ്റെ കാര്യം പറയാൻ പറ്റൂല. ഇനി നിങ്ങൾക്ക് JB കോശിയുടെ കാര്യം പറയാൻ പറ്റൂല. ഇനി വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ജോസ് കെ മാണി അതാണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. ഈ സർക്കാരിൻ്റെ കാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമമാണെങ്കിലും ആ കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തെ എതിർത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു നിയമം പാസ്സാക്കിയ സർക്കാരാണ് ഇടതുമുന്നണി സർക്കാർ. ഈ സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്തത്. 4,10,000-ലധികം പട്ടയങ്ങൾ വിതരണം ചെയ്തു. മലയോര കർഷകരുടെ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുടെ കാര്യത്തിലും സർക്കാർ അനുഭാവപൂർവമായ നിലപാട് സ്വീകരിച്ചു. ഇതിനും അപ്പുറം എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? ഇതല്ലേ നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? ഭരണം നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട് പാർട്ടി മാറാൻ പോകുന്നു എന്നൊരു നിലപാടെടുക്കാൻ പറ്റൂ? LDFിലേക്ക് ഈ പാർട്ടി വന്നത് വ്യക്തമായ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ലേ? ചവിട്ടിപ്പുറത്താക്കിയപ്പോഴല്ലേ LDF അഭയം കൊടുത്തത്? ആ അഭയം കൊടുത്ത് LDFിനെ ഇനി തള്ളി പറഞ്ഞുകൊണ്ട് ജോസ് കെ മാണിക്കോ റോഷി അഗസ്റ്റോ പോകാൻ പറ്റുമോ? മാത്രം റോഷി യഥാർത്ഥത്തിൽ ക്ലാരിറ്റിയുള്ള തീരുമാനമാണ്. റോഷിയുടെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണമികവ് ഈ സർക്കാരിലെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളായി റോഷി അഗസ്റ്റ് അറിയുകയും ഇടുക്കിയിൽ വളരെ അനായാസം വിജയിച്ചു വരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിൽ റോഷിയെ സംബന്ധിച്ച് LDFിൽ നടന്നു പോകുന്നത് ഒരു കാരണവശാലും സാധ്യമാകാത്ത കാര്യമാണ്. അവിടെ റോഷിയെ സംബന്ധിച്ച്, ജയരാജനെ സംബന്ധിച്ച്, പ്രമോദിനെ സംബന്ധിച്ചൊന്നും അതിൽ തർക്കമേ ഇല്ല. പിന്നെ പൂഞ്ഞാറിലും ചങ്ങനാശ്ശേരിയിലുമാണ് ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നത്. ആ സംശയങ്ങൾ കൂടി ഇന്ന് ചെയർമാൻ്റെ വാക്കുകളോടുകൂടി അത് സ്ഥാനത്തായി മാറിയിരിക്കുന്നു. ഒരുപാട് സാധ്യതകൾ മുന്നിലുണ്ട്. പക്ഷേ ഇപ്പോൾ ജോസ് കെ മാണിക്ക് സ്വീകരിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച രാഷ്ട്രീയ തീരുമാനം ഇതാണ്. മാത്രമല്ല, ഈ UDFിലേക്ക് പോയിരുന്നെങ്കിൽ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് രാജിവെക്കേണ്ടി വരില്ലേ? രാജ്യസഭാ സീറ്റ് രാജിവെച്ച് പാലായിൽ മാണി സി കാപ്പനോട് മത്സരിച്ച് പരാജയപ്പെടുകയാണെങ്കിൽ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവി എന്താ? അതോടുകൂടി തീർന്നില്ലേ കേരള കോൺഗ്രസ്?
അതോടുകൂടി അവസാനിക്കില്ലേ കേരള കോൺഗ്രസ്? എത്തിയില്ല. തിരുവമ്പാടി പോയി ജോസ് കെ മാണിക്ക് മത്സരിക്കാൻ പറ്റുമോ? തിരുവമ്പാടി ജോസ് കെ മാണിയും തമ്മിൽ എന്താ ബന്ധമുള്ളത്? കേരള കോൺഗ്രസിന്റെ ബന്ധത്തിനും അപ്പുറത്തേക്ക്. അപ്പോൾ ചുരുക്കത്തിൽ ജോസ് കെ മാണി ഇന്നെടുത്ത നിലപാടാണ് രാഷ്ട്രീയമായി ശരിയായ തീരുമാനം എന്നുള്ളത് ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസിന്റെയും അണികൾ തന്നെ വിശ്വസിക്കുന്നതാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഈ വിഷയത്തിൽ ഒരു തുടർ ചർച്ചകളേ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ചാപ്റ്റർ ക്ലോസ്ഡ് എന്നാണ് ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ പറഞ്ഞിരുന്നത്. ആ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. തിരഞ്ഞെടുപ്പ് വരെ ഇനി ആ ചർച്ച ഉണ്ടാവില്ല. കാരണം ക്യാമ്പയിനിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ജോസ് കെ മാണിയും സംഘവും. യു ഡി എഫിനെതിരെ LDFന്റെ ക്യാമ്പയിനുമായിട്ടാണ് ജോസ് കെ മാണി ഇറങ്ങാൻ പോകുന്നത് കേട്ടോ. LDF തുടരും എന്ന് തന്നെയാണ് ജോസ് കെ മാണി പറയാൻ പോകുന്നത്. മാത്രവുമല്ല UDFന്റെ കാലത്തെ പോളിസികളെ എതിർത്തുകൊണ്ട് ജോസ് കെ മാണി ഈ ക്യാമ്പയിനിൽ സംസാരിക്കാൻ പോവുകയാണ്. ഈ 6-ാം തീയതി നടക്കാൻ പോകുന്ന മധ്യമേഖലാ ജാഥയിൽ. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു അർത്ഥസത്യവും ഒരസത്യവും. നമ്മൾ റിപ്പോർട്ട് ചെയ്ത എന്താ? ജോസ് കെ മാണി ഈ ജാഥയിൽ പൂർണ്ണ സമയം ഉണ്ടാവില്ല. അത് സത്യമാണ് താനും. ജോസ് കെ മാണി ആ വിഷയം ജയരാജനെ ധരിപ്പിച്ചുവെന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അതും സത്യമാണ്. പക്ഷേ അതിനെ വ്യാഖ്യാനിച്ച രീതി എന്താ? ജാഥയിൽ പങ്കെടുക്കാത്തത് കൊണ്ട് ജോസ് കെ മാണി LDFൽ നിന്ന് പോകുന്നു. അങ്ങനെയല്ല. ജോസ് കെ മാണിക്ക് വ്യക്തിപരമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് 6 ദിവസം ജയരാജൻ സാറിനോട് ചോദിച്ചിരുന്നു, എൻ ജയരാജനോട് ചോദിച്ചിരുന്നു ഈ മധ്യമേഖലാ ജാഥ 6 ദിവസം എനിക്ക് പകരം താങ്കൾ നയിക്കുമോ? അത് നയിക്കും. ഉദ്ഘാടന ദിവസവും ഉണ്ടാവും, സമാപന ദിവസവും ഉണ്ടാവും. 2-3 ദിവസങ്ങളിൽ ജോസ് കെ മാണി ഒപ്പമുണ്ടാവും. ആ ക്യാമ്പയിൻ LDFന് വേണ്ടിയുള്ള ക്യാമ്പയിനാണ്. LDFന് വേണ്ടി ജാഥ നയിച്ച് ഈ ബഡ്ജറ്റ് സെഷനിൽ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതേ കോൺസ്റ്റിറ്റ്യുവൻസികളിലേക്കുള്ള പ്രധാനപ്പെട്ട നേട്ടങ്ങൾ സ്വന്തമാക്കിയതിനു ശേഷം, വിഹിതങ്ങൾ സ്വന്തമാക്കിയതിനു ശേഷം അടുത്ത ഈ ബഡ്ജറ്റ് സെഷൻ അവസാനിക്കാൻ പോകുന്നത് മാർച്ചിലാണ്. അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് മാറാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദാറ്റ് ചാപ്റ്റർ റിമെയിൻസ് ക്ലോസ്ഡ്. ഈ മൊമെന്റിൽ, ഈ നിമിഷം സംസാരിക്കുമ്പോൾ എല്ലാ സാധ്യതകളും അടഞ്ഞിരിക്കുന്നു. ഇനി ഒരു വിഷയമില്ല അതിനെക്കുറിച്ച് സംസാരിക്കാൻ. രാഷ്ട്രീയമായ കണക്കുകൂട്ടലുകളിലും ജോസ് കെ മാണി എടുത്ത തീരുമാനമാണ് ശരി. അതുകൊണ്ട് ഇനി ജോസ് കെ മാണിയെ പ്രതിയുള്ള വിസ്മയത്തിന്റെ ആ മെഷീൻ അടച്ചുവെക്കുന്നതായിരിക്കും UDFന് നല്ലത്. ഐഷ പോറ്റിയുടെ കാര്യം കൂടി പറഞ്ഞു പോകണം കേട്ടോ. ഓരോ ജില്ലയിലും ഓരോ വിസ്മയം എന്നാണ് പറഞ്ഞത്. ഒരു വിസ്മയം കണ്ണൂരിൽ പൊട്ടിയിട്ടുണ്ട്. ഏത് വിസ്മയമാണ്? CKP എന്ന വിസ്മയം. CKPയെ UDFിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു എന്ന മട്ടിലുള്ള ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. CKP എന്ന് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ അന്നും ഇന്നും കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്നെ 2 മാസം മുമ്പ് സുധാകരൻ വന്ന് കണ്ടിട്ട്, കുറച്ച് നേതാക്കൾ കൂടി വന്ന് കണ്ടിട്ട് അന്നത്തെ പടം എടുത്ത് ഇന്നിപ്പോൾ പ്രചരിപ്പിക്കുകയാണ്. ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോകുമെന്നുള്ളത്. ഈ പാർട്ടിയിൽ തന്നെയാണ് ഞാൻ ജീവിച്ചത്. ഈ പാർട്ടിയിൽ തന്നെയാണ് ഞാൻ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അസത്യപ്രചരണം നിർത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് CK പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CK പത്മനാഭനെ പ്രതിയുള്ള UDFന്റെ വിസ്മയ മെഷീനും അവിടെ പൂട്ടി. പിന്നെ കോട്ടയത്ത് നിന്നാണ് സുരേഷ് കുറുപ്പിനെ പ്രതിയായിരുന്നു മറ്റൊരു വിസ്മയ മെഷീൻ പ്രവർത്തിപ്പിച്ചിരുന്നതാണ് മനസ്സിലാക്കുന്നത്. അത് സുരേഷ് കുറുപ്പും അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കൊട്ടാരക്കരയിലേക്ക് വരുമ്പോൾ ഐഷ പോറ്റിയുടെ കാര്യത്തിലാണ്. ഐഷ പോറ്റിയുടെ കാര്യത്തിൽ CPMന് ഒരാശങ്കയുമില്ല എന്നുള്ളതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ CPM കൊല്ലം ജില്ലയിൽ ഒരു നേതാവിന് കൊടുക്കാൻ പറ്റാവുന്ന പരമാവധി കൊടുത്ത നേതാവിൻ്റെ പേരാണ് ഐഷ പോറ്റി. 2000-ൽ CPMലേക്ക് എത്തി. 2006 വരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. അവസാനത്തെ ടേമിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. അതിനുശേഷം വീണ്ടും ജില്ലാ പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് അതിനുശേഷം ജില്ലാ പഞ്ചായത്തിൽ അംഗവും പ്രസിഡന്റുമായിരിക്കവേ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച് മുതിർന്ന നേതാവ് രാജഗോപാലിനെ പോലും പരിഗണിക്കാതെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പരിഗണിച്ച നേതാവാണ് ഐഷ പോറ്റി. 3 ടേം 15 വർഷം കൊല്ലം ജില്ലയിൽ CPMൽ കൊട്ടാരക്കരയിൽ MLA ആയിരുന്നയാളാണ് ഐഷ പോറ്റി. ആ ഐഷ പോറ്റിയെ അന്ന് ശക്തൻ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ പ്രതിപക്ഷത്തേക്ക് മത്സരിപ്പിച്ചു ഈ ഐഷ പോറ്റിയെ. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 15 വർഷം MLA ആയും 6 വർഷത്തോളം ജില്ലാ പഞ്ചായത്തിലും അംഗവും പിന്നീട് പ്രസിഡന്റുമായിട്ടും പദവി കിട്ടിയ ഏത് CPM വനിതാ നേതാവുണ്ട്? ഏത് CPM വനിതാ നേതാവുണ്ട് കൊല്ലത്ത്? ഈ ഐഷ പോറ്റി അല്ലാതെ. അപ്പോൾ ഐഷ പോറ്റിക്ക് എന്താ പ്രശ്നം? കാറ് വെച്ച്, കൊടി വെച്ച കാർ അല്ലെങ്കിൽ ബീക്കൺ ലൈറ്റ് വെച്ചൊരു കാറ്, അധികാരത്തിൻ്റെ കാർ ഇല്ലാത്തതാണ് ഐഷ പോറ്റിക്ക് പ്രശ്നമെങ്കിൽ അങ്ങനെയുള്ള ഒരാൾ CPMൽ തുടരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. മാത്രമല്ല ഒരു കാര്യം കൂടി പ്രേക്ഷകർ അറിയണം. ജില്ലാ കമ്മിറ്റിയിലേക്ക് ഐഷ പോറ്റി എടുക്കുന്ന സമയത്ത് എതിർപ്പുണ്ടായിരുന്നു അവിടെ. മുതിർന്ന നേതാവ്, എനിക്കൊന്ന് രാജഗോപാലാണെന്ന് തോന്നുന്നു, രാജഗോപാലിനെ പരിഗണിക്കുന്നതിന് പകരം ഐഷ പോറ്റിയെ പരിഗണിക്കുമ്പോൾ 21 ജില്ലാ സമ്മേളനങ്ങളിൽ ഒരിടത്തിൽ പോലും ജില്ലാ കമ്മിറ്റി മീറ്റിംഗുകളിൽ ഒരു കമ്മിറ്റി മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല ഐഷ പോറ്റി, ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കെ. അപ്പോഴെല്ലാം പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ഏറ്റവും ഒടുവിൽ ബാലഗോപാൽ ഈ നിയർ ഹോം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുമ്പോൾ ഐഷ പോറ്റി പറയുന്നൊരു വാചകമുണ്ട്, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന്. ഹെൽത്ത് ഇഷ്യൂ ഉള്ള ഐഷ പോറ്റിയാണ് ലോക് ഭവന് മുന്നിൽ പോയിട്ട് കോൺഗ്രസിലേക്ക് ചേരാൻ പോകുന്നത്. ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആകെ പ്രവർത്തിപ്പിച്ച വിസ്മയ മെഷീനിൽ കടന്നു വന്നിരിക്കുന്നത് 21 വർഷം പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ, പാർട്ടി ഏറ്റവും നന്നായി കണക്കാക്കിയ ഐഷ പോറ്റിയെ പോലൊരു നേതാവിനെ മാത്രമേ അവരുടെ ഫോൾഡിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. ഇന്നിപ്പോൾ CPMന്റെ വക ഒരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ പുറത്തിറങ്ങാൻ വയ്യാതിരിക്കുന്ന ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ
നേതാക്കളുണ്ടെങ്കിൽ അവരോടൊന്ന് സുരക്ഷിതമായിട്ടിരിക്കാൻ പറഞ്ഞോളൂ. ചില കോൺഗ്രസ് നേതാക്കൾ നിങ്ങളെ വന്ന് കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ വാർത്ത ഈ നേതാവ് കോൺഗ്രസിലേക്കായിരിക്കും, UDF-ലേക്കായിരിക്കും എന്ന വാർത്ത വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ വിസ്മയ മെഷീൻ താൽക്കാലികമായി ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആദ്യത്തെ 3 ശ്രമങ്ങളും പരാജയപ്പെട്ടു പോയിരിക്കുന്നു. 1 ജോസ് കെ മാണി, 2 സുരേഷ് കുറുപ്പ്, 3-മത്തത് CKP. ആകെ വിജയിച്ചതാവട്ടെ ഐഷ പോറ്റി. ആ വിജയിച്ചതിന്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അടരുവാൻ വയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. ആന്റോ ഗസ്റ്റ്, ഈ കേരള കോൺഗ്രസ് എം കഴിഞ്ഞ ഇലക്ഷനിൽ 12 സീറ്റിലാണ് മത്സരിച്ചത്. 1 പാല, ഇടുക്കി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, കടുത്തുരുത്തി, പൂഞ്ഞാറ്, തൊടുപുഴ, പെരുമ്പാവൂർ, റാന്നി, ഇരിക്കൂർ, ചാലക്കുടി. ഈ 12 സീറ്റിൻ്റെ അകത്ത് എത്ര സീറ്റ് കോൺഗ്രസ് കൊടുക്കാൻ പറ്റും? വെറുതെ ചിന്തിച്ചാൽ പോരെ, എത്ര സീറ്റ് കോൺഗ്രസ് കൊടുക്കാൻ പറ്റും? ഇതിനകത്ത് 5 കൊടുക്കാൻ കഴിയുമോ? ഇതിനകത്ത് 5 എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തറിയോ? ഇതിനകത്ത് 5 പിന്നെ കൊടുത്തിരിക്കുന്നത് PJ ജോസഫിനാണ്. PJ ജോസഫിൻ്റെ അടുത്ത് ഈ സീറ്റ് എടുത്തിട്ട് ജോസ് കെ മാണിക്ക് കൊടുക്കാൻ പറ്റുമോ? ബാക്കി 7 ആരാ? കോൺഗ്രസിൻ്റെയാണ്. 1 ഇരിക്കൂർ, ആരാ? അവിടെ ഇരിക്കൂരിന്ന് അവിടുത്തെ MLA മാറ്റി കൊടുക്കാൻ കഴിയുമോ? ചാലക്കുടി ഇവർക്ക് എടുത്തിട്ട് മാറ്റിയിട്ട് അവിടുത്തെ ഇപ്പോഴത്തെ MLA മാറ്റിയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഏത് സീറ്റാണ് പറ്റുമോ അവരെ കൊണ്ട്? ഒരു ബോധ്യമില്ലാതെ എന്തൊക്കെയോ ആകാശത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പറയുകയാണ് അതാ ജോസ് കെ മാണി വരുന്നു എന്ന് പറയാണ്. ചർച്ച നടത്തിയിട്ടുണ്ടാവുന്നത്. കാരണം ചർച്ച അടൂർ പ്രകാശ് പിന്നെ കൺവീനറായ സമയത്ത് ആദ്യം വന്ന് പറഞ്ഞാൽ എന്താ, CPI-നോട് സംസാരിച്ചോ? കിട്ടൂല എന്ന് 1000 വട്ടം ഉറപ്പല്ല. CPI-നോട് സംസാരിച്ച് CPI കോൺഗ്രസിലേക്ക് വരുമോ? രണ്ടാമത് പറഞ്ഞുതരാം, കേരള കോൺഗ്രസ് എം കോൺഗ്രസിലേക്ക് വരും. വെറുതെ അങ്ങ് പൊട്ടിച്ചു വിടുകയാണ്. പൊട്ടിച്ചു വിട്ടിട്ട് പിന്നെ ചർച്ചയാണ്. പിന്നെ എങ്ങനെയാണ് ചർച്ച? അതാ റോഷി ഹർഷൻ വരുന്നു, റോഷി ഹർഷൻ തോക്കാൻ പോകുന്നു, പിന്നെ ചങ്ങനാശ്ശേരിയിൽ ജോബ് മൈക്കിൾ തോക്കാൻ പോകുന്നു, റാന്നിയിൽ പിന്നെ എന്താണ് പ്രമോദ് നാരായണൻ തോക്കാൻ പോകുന്നു, KN ജയരാജ് തോക്കാൻ പോകുന്നു. ഇങ്ങനെ പറയുകയാണ്. ജോസ് കെ മാണിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിൽ പറയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇത് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ ഞാനൊരു കേരളത്തിലെ UDF-ൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് വന്നിട്ട് പറഞ്ഞോ ജോസ് കെ മാണി വരുമെന്ന്? ഏതെങ്കിലും ഒരു നേതാവ് ഒരാളെ ചൂണ്ടിക്കാണിച്ചാൽ മതി, ജോസ് കെ മാണി ഇങ്ങോട്ട് വരാൻ പോവാ, ഞങ്ങൾ ചർച്ച നടത്തിയെന്ന് പറഞ്ഞോ? ആരും ചർച്ച നടത്തിയിട്ടുള്ളത് മാത്രമല്ല, ഇവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടാവും. ഉറപ്പല്ലേ? LDF-ൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നേതാവിനെ കിട്ടും. ഇപ്പോൾ UDF ഇതിപ്പോൾ നേരെ തിരിച്ചുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അല്ല, ഒരു മിനിറ്റ് പറയട്ടെ. ഇതിപ്പോൾ LDF-ൻ്റെ നേതാക്കന്മാരാരും UDF-ലെ ഘടകകക്ഷികളെയും കൂടെ നോക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ ആയിഷ പോറ്റീനെ കൊണ്ടൊരു വലിയ കാര്യത്തിൽ പറയുകയാണ്. ആയിഷ പോറ്റി വന്നിരിക്കുന്നു, 3 വർഷത്തെ MLA ആണ് വന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ LDF വിചാരിച്ചാലുണ്ടല്ലോ എത്ര 10-25 കൊണ്ടുവരാൻ പറ്റും. ഇതുപോലെ എത്ര എണ്ണം കോൺഗ്രസിലുണ്ട് സീറ്റ് കിട്ടാതെ? എത്ര പേര് കോൺഗ്രസിൽ കൊണ്ടുവരാൻ കഴിയില്ലേ? അങ്ങനെ ശ്രമിക്കുന്നുണ്ടോ? എന്നിട്ട് പറയാണ് വിസ്മയം തീർക്കാൻ പോവാണ്. വിസ്മയം തീർക്കാൻ എന്ത് വിസ്മയം തീർത്ത എത്ര ദിവസം കൂടിയിട്ട്? ഞാനൊരു കാര്യം, ഒരു PV അൻവർ വന്നു. PV അൻവർ വന്ന സമയത്ത് PV അൻവർ ഏത് പഞ്ചായത്ത് ഇലക്ഷന് സീറ്റ് കൊടുത്തില്ല, അടുപ്പിച്ച് നിർത്തിയില്ല. ഏത് നിയമസഭാ ഇലക്ഷൻ വന്നപ്പോഴാണ് കൂടെ നിർത്തുന്നത് അല്ലേ? ഇവരെ കൂടെ വരാൻ വിചാരിച്ചവരെ കൂടെ കൂട്ടാൻ ഇവരെ കൊണ്ട് പറ്റിയോ? എപ്പോഴാണ് കൂടെ കൂട്ടിയത്? ഏത് സമയത്താണ് കൂടെ കൂട്ടിയത്? വരാൻ തീരുമാനിപ്പിച്ചവരെ കൂടെ കൂട്ടാൻ പറ്റാതെ നിൽക്കുന്നവർ ഇനി പുറത്തുനിന്നാണ്. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ചിട്ട് വർക്ക് ചെയ്യുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ടെന്നേ ഒന്ന് അന്വേഷിച്ച് നോക്കിക്കേ. ഈ നേതാക്കന്മാരെ ഒഴിവാക്കിയാൽ അവിടെ നിന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ 12 മണ്ഡലങ്ങളില്ലേ, നിങ്ങൾ 12 മണ്ഡലങ്ങൾ എണ്ണി നോക്കിക്കോളൂ. 12 മണ്ഡലങ്ങളിൽ ആര് മത്സരിക്കണമെന്ന് സ്വയം തീരുമാനിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ഇവിടെ വന്നിട്ട് VD സതീശനും ഇവിടുത്തെ KC വേണമല്ലോ രമേശ് ചെന്നിത്തലയും കൂടെ എന്നാൽ നിങ്ങൾ മാറിക്കോ, എന്താ ഇന്ന ആൾ വന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടി ഇരിക്കുക എല്ലാവർ. നിങ്ങൾ നോക്കിക്കോളൂ, പല നേതാക്കന്മാരും സംസാരിച്ചോളൂ. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഏതെങ്കിലും ഒരു സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ മുഴുവൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട്, 5 വർഷമായിട്ടല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്രീകരിച്ച് മത്സരിക്കുന്ന നേതാക്കന്മാരുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഈ കണ്ട ഒരു സംവിധാനമല്ല നടക്കാൻ പോകുന്നത്. നിങ്ങൾ സീറ്റ് വിഭജനം വരുന്ന സമയം നോക്കിക്കോളൂ. നിങ്ങൾക്ക് 140 സീറ്റാണ് മത്സരിക്കാനുള്ളെങ്കിൽ ഈ പറഞ്ഞ കേരള കോൺഗ്രസിൻ്റെ 10 പിന്നെ 25 സീറ്റ് പിന്നെ ഇവർക്കുമാർ പിന്നെ ലീഗിനും പിന്നെ അല്ലറയില്ല ഘടകകക്ഷിക്കെല്ലാം കൂടി ഒരു 10 കൂടെ കൊടുത്താൽ ബാക്കിയുള്ള 90 സീറ്റ് ഉണ്ടല്ലോ, 98 സീറ്റ് ഉണ്ടല്ലോ. ഈ സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി 300-350 നേതാക്കന്മാർ നടക്കുന്നുണ്ട് കേരളത്തിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവരെല്ലാം അയ്യോ ആ സീറ്റ് കൊണ്ടുവന്നത് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ UDF-ന് അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളൊരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് അടി കണ്ടില്ലേ? ആ അവസാന ദിവസങ്ങളിൽ എന്തൊക്കെയായിരുന്നു നടന്നത്? ജയം ചിലപ്പം നിങ്ങൾ പറയുന്ന പോലെ പഞ്ചായത്തിൽ ആൻറ്റിഗ്യുമെൻസി ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ സംവിധാനം ഉണ്ടാവും, ജയം ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ എന്താണ് കേരളത്തിലെ പഞ്ചായത്ത് ഇലക്ഷനിൽ നടന്ന അടികൾ എന്തൊക്കെയാണ്? എത്ര സീറ്റ് ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കാൻ പറ്റി? എത്ര സ്ഥാനാർത്ഥികളെ ഒറ്റക്കെട്ടായിട്ട് തീരുമാനിക്കാൻ പറ്റി? ഇതിൻ്റെ 10 മടങ്ങ് പ്രശ്നം ഉണ്ടാവും കേരളത്തിലെ പല സീറ്റുകളും. അതുകൊണ്ടാണ് പറയുന്നത് ഫെബ്രുവരി തന്നെ പ്രഖ്യാപിച്ചത്. പ്രധാനപ്പെട്ട പ്രശ്നം എവിടെയാണ് നടന്നത്? എന്താ എറണാകുളത്ത് നടന്നില്ല?
എറണാകുളത്ത് നടന്നില്ല. എത്ര വിമതമാര് മത്സരിച്ചു? അടി അടി നടന്നില്ലാതെ തെറ്റില്ലല്ലോ. പറയുന്നത് നോക്ക്. ഇപ്പൊ തിരുവനന്തപുരം. ആദ്യത്തെ 3 ദിവസം ചാനൽ തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. യൂണിറ്റുകൾക്ക് ഓടിയെത്താൻ പറ്റുന്നുണ്ടല്ല. നമ്മുടെ വാർത്ത തന്നെ മുൻകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടെ സമാധാനപരമാണെന്നായിരുന്നു. നമ്മുടെ വാർത്ത തന്നെ ജയിച്ചിട്ടുണ്ടാകാം പക്ഷെ നേരത്തെ അല്ല, ഞാൻ പറയുന്നത് ജയിച്ചെന്ന് പറയുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല. അതല്ല ജയത്തിലല്ലല്ലോ കാര്യം. ഞാൻ പറയുന്നത് ജയത്തിലല്ല കാര്യം എന്നുള്ളതല്ല. ഒറ്റ കാര്യമുള്ളൂ. എത്ര കോൺഗ്രസ് വിമതന്മാരെ വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ പഞ്ചായത്ത് പിടിച്ചു? ഞങ്ങളല്ല UDF പിടിച്ചു. പറ, ഭരിക്കുന്നത് വിമതന്മാരാ ഭരിക്കുന്നത്. എന്നിട്ട് പറയാ ഞങ്ങൾക്ക് വിമതന്മാരായാലും കുഴപ്പമില്ല, ജയിച്ചാൽ ഞങ്ങളുടെ കൂടെയാണ് എന്നിട്ട് പറഞ്ഞിട്ട് അയാളെ പിടിച്ച് പ്രസിദ്ധ ആക്കും. ഒരു മിനിറ്റ്, തിരക്കൂടല്ലേ? ഇതിനേക്കാളും അപ്പുറയാണ് നിയമസഭ ഇലക്ഷൻ വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമില്ല, ഒറ്റ ടീം UDF. ആ ടീം UDF ഒന്ന് കാണിച്ചാൽ മതി കുറച്ചും കൂടെ കഴിയുമ്പോൾ. നിങ്ങൾ ഈ മാസം ജനുവരി ആണല്ലോ, ജനുവരി 31 75 അംഗ ടീമിനെ പ്രഖ്യാപിക്കുന്നു പറയുന്നത്. ഒന്ന് പ്രഖ്യാപിച്ച് കാണിച്ചു തരണേ. ആ കാണിക്കുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നാൽ മതി. അതാണ് വിജയം എന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ചോദിക്കുന്നത് ഒരു പാർട്ടിയുടെ കൂടെ ഒരു മുന്നണിയുടെ കൂടെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന അവിടെ ഒരു മന്ത്രി ആയിരിക്കുന്ന ആളെ, അത് ഒരു മന്ത്രി ഉണ്ട്, അവർക്ക് 5 MLA ഉണ്ട്, അതിന് ചെയർമാനൊന്നും പറയുന്നില്ല, മന്ത്രി ഒന്നും പറയുന്നില്ല, MLA മാരൊന്നും പറയുന്നില്ല. എല്ലാവരും ഞങ്ങൾ ഒറ്റക്കെട്ടായി തുടർന്ന് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മന്ത്രി പറയണം അയ്യോ നോക്കി അതാ പിന്നെ ഇങ്ങോട്ട് വരാൻ പോവാണ്. പണ്ട് KM മാണി പറഞ്ഞൊരു കഥയുണ്ട്, എന്താ അറിയോ? സുന്ദരിയായ പെണ്ണുങ്ങളെ കാണുമ്പോൾ ചെക്കന്മാർ പുറകെ വരുമെന്ന് പറഞ്ഞൊരു കഥ ഉണ്ടല്ലോ പണ്ട്. അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ആവശ്യമാണ്. UDF കോൺഫിഡൻസ് നഷ്ടപ്പെട്ടത് ഇതിനേക്കാൾ വലിയ കാര്യമുണ്ടോ? അവർ വന്നാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. ഇനി വിസ്മയം തീർത്താൽ മാത്രമേ ജയിക്കാൻ പാടുന്നല്ലേ പറയുന്നത്, അല്ലേ? വിസ്മയം തീർത്താൽ മാത്രമേ ജയിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ അതാണ് പറയാത്ത അങ്ങനെയാണ് പറയുന്നത്. വിസ്മയം എന്തിനാണ് വിസ്മയിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ എന്തിനാ ഈ ജോസഫ് പിന്നാലെ പോണേ? അയ്യോ, അതാണ് പറയുന്നത്. റിട്ടയർഡായി വീട്ടിലിരിക്കുന്നവർക്ക് പോലും കിടക്കാൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ച് വിസ്മയിക്കാൻ തീർക്കാൻ. 100 സീറ്റ് ഇവര് തോക്കാൻ പോകുന്നു പറഞ്ഞ പിന്നണിയുണ്ടല്ലോ. രാജേന്ദ്രൻ BJP പോയിട്ട് ഒരു ടെൻഷൻ, രാജേന്ദ്രൻ BJP പോയ ഒരു വിഷമവും ഐഷ പോറ്റി BJP-യിലേക്കല്ലേ വലിയ പ്രശ്നമില്ല. ഷിബു ബേബി പറഞ്ഞല്ലേ 100 സീറ്റിൽ 5 സീറ്റ് നഷ്ടപ്പെട്ടാൽ എന്താ പ്രശ്നം? 100 സീറ്റല്ലേ UDF കിട്ടുന്നത്. ഈ ജോസ് കെ മാണി 72 സീറ്റ് വെച്ചിട്ട് 72 സീറ്റ് വെച്ചിട്ട് മരിച്ച പാർട്ടി ഉമ്മൻചാണ്ടിയാണല്ലോ ഇത്. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് 100 സീറ്റ് നിങ്ങളുടെ കയ്യിൽ ഇരുന്നിട്ട് വിസ്മയം തീർക്കാൻ വരികയാണ്. വീട്ടിലിരിക്കുന്ന ഐഷ പോറ്റിനെ കൂട്ടിയിട്ട് വരുന്നു, പിന്നെ വീട്ടിൽ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഇതേ ആളുകളെ ഇങ്ങനെ അപമാനിക്കാതിരിക്കുവോ? അതാണ് പറയുന്നത്. UDF ചെയ്യുന്നതെല്ലാം ശരിയാണ് വിചാരിക്കുന്നത്. UDF ചെയ്യുന്ന ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഈ ഇടതുപക്ഷ മുന്നണി ഇത്രയും ദിവസമായല്ലോ, ഈ അവര് പിന്നെ അധികാരത്തിരിക്കുന്ന പാർട്ടിയാണല്ലോ, അല്ലേ? കഴിഞ്ഞ 10 വർഷം അധികാരത്തിന്റെ പാർട്ടിയാണ്. എത്ര പേരെ LDF അങ്ങോട്ട് കൂട്ടാൻ നോക്കി? മുന്നണി മര്യാദയോട് കൂടിയിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങോട്ട് പറയണം ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ജോസ് കെ മാണി പറഞ്ഞോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ കണ്ടോ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഇവർക്ക് വേണം, ഇവരുടെ അധികാരം ഉണ്ടായിരുന്നല്ലോ, ഒരു മന്ത്രിസ്ഥാനം കൊടുത്ത് കൊണ്ടുപോകാമായിരുന്നല്ലോ, കൊണ്ടുപോയിക്കൂടായിരുന്നു. പി ജോസിനോട് ചർച്ച ചെയ്യാൻ ലോനപ്പൻ നമ്പാടൻ എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് നേതാവുണ്ട്. എങ്ങനെയാണ് മന്ത്രിസഭ LDF മറിച്ചിട്ടെന്ന് പറയും. ഇപ്പൊ എന്താ സാറേ രാഷ്ട്രീയ ചർച്ച ചെയ്യാനുണ്ടോ? വികസന രാഷ്ട്രീയ ചർച്ച ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഒറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയോ? ഈ ജോസ് കെ മാണി പറഞ്ഞ പോലെ കർത്താവിനെ നേരത്തെ പറഞ്ഞ കർത്താവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകാന്ന് ജോസ് കെ മാണിക്ക് മനസ്സിലായി. ക്രൂശിക്കാൻ കൊണ്ടുപോവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് പുള്ളിക്കാരൻ. ഒരു പാർട്ടിയുടെ ഏറ്റവും നെടുന്തൂണായ KM മാണി എന്ന് പറയുന്ന നേതാവ് മരിച്ചിട്ട് നിങ്ങൾ 2 മാസം കൊടുക്കാതെ പുറത്താക്കിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2 മാസം കഴിഞ്ഞ് അന്നേരം ഒരു സഭ ഉണ്ടായിരുന്നില്ല കേട്ടോ. അയ്യോ, അവരെ പുറത്താക്കരുതെന്ന് പറയാൻ ഒരു സഭ ഉണ്ടായിരുന്നില്ല, ഒരു പിതാവും ഉണ്ടായിരുന്നില്ല. അയ്യോ, ഈ KM മാണിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ബെന്നി ബെഹനാൻ കൺവീനർ ആയ സമയത്താണല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. അല്ല ശരി സാറേ, ഒരു മിനിറ്റ്. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അയ്യോ സഭ പറഞ്ഞില്ലല്ലോ, അയ്യോ അവരെ UDF പുറത്താക്കല്ലേ, അവരെ നമ്മളെ കൂടെ നിർത്തണം പറഞ്ഞില്ലല്ലോ.
പോയാൽ പോട്ടെ എന്ന് വിചാരിച്ചുള്ളൂ. അപ്പോൾ എന്താ ഒരു കാരണം? ആ കാരണം തന്നെയാണ് ഇന്നും ഉള്ളൂ. ആ കാരണം എന്താ? ആ കാരണം അപ്പുറം ഭരണം കിട്ടുന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ കുടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഭരണം കിട്ടുന്ന ട്രെൻഡ് ഉണ്ട്. ഈ ട്രെൻഡ് അല്ലാന്ന് നിയമസഭയ്ക്കും അങ്ങനെയല്ലല്ലോ. 2010 നിയമസഭയ്ക്ക് പഞ്ചായത്ത് ഇലക്ഷൻ്റെ സമയത്ത് ഇതേപോലെ ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ. നിയമസഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കണ്ടില്ലല്ലോ. കണ്ടോ? ഇപ്പോൾ നിങ്ങൾ 110 സീറ്റിൽ ഈ MP ഇലക്ഷൻ ഉണ്ടല്ലോ, പാർലമെൻറ്റ് ഇലക്ഷൻ ഉണ്ടല്ലോ, 110 സീറ്റിൻ്റെ പിന്നെ വിജയം ഉണ്ടായിരുന്നു എല്ലാ മണ്ഡലങ്ങളും. മണ്ഡലം എടുത്ത് നോക്കുകയാണെങ്കിൽ ഉണ്ടോ? ഇപ്പോൾ എന്താ 80ലേക്ക് 79ലേക്ക് 78ലേക്കൊക്കെ ചുരുങ്ങിയല്ലോ. ബാക്കി സീറ്റ് അവിടെ പോയിട്ടില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ജോസ് കെ മാണി ഇതായ വിലയുണ്ട്. ജോസ് കെ മാണി പറയാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരു കാര്യത്തിൽ ക്ലിയർ എന്താണെന്നറിയോ? വെറുതെ അടങ്ങിയിരുന്ന ജോസ് കെ മാണിനെ വലിയ ആളാക്കി. മനസ്സിലായോ? ജോസ് കെ മാണിൻ്റെ എല്ലാ വികസന നേട്ടങ്ങളും പുറത്തു വന്നു. ജോസ് കെ മാണി കത്തോലിക്ക സഭയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. റോഷിയാസ് എന്ന് പറഞ്ഞ മന്ത്രി എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നു. വികസന രാഷ്ട്രീയം കേരളത്തിൽ ചർച്ചയാക്കിയത് ഇപ്പോൾ ആരാ? ഈ ജോസ് കെ മാണി ഈ സഭയ്ക്കും ഈ പറയുന്ന സംവിധാനത്തിനും കോട്ടയത്തിനും ഇടുക്കിക്കും സഭയ്ക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പുറത്തു വരാൻ അക്കമിട്ടല്ലേ പറഞ്ഞത്. അതെ, വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര നിയമവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിയമം പാസാക്കി. JB കോശിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഭിന്നശേഷി നിയമനത്തിന്റെ കാര്യത്തിൽ ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞു. അതാ പറഞ്ഞേ, ഞാൻ പറയില്ലേ, ജോസ് കെ മാണി ഒറ്റ കാര്യം ചെയ്താൽ മതി. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ ആ ചർച്ച നടക്കുന്നതിന് പോകുന്നതിന് മുന്നേ ആ റോഷിയാസിൻ്റെ ഒരു ബൈറ്റ് ഉണ്ട്, ഇവരെ പുറത്താക്കുന്ന രാത്രി. ആ ബൈറ്റ് ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. അന്നേരം ജോസ് കെ മാണീൻ്റെ കൂടെ ഒരൊറ്റ ആളും ഉണ്ടല്ലോ കേട്ടോ. ഈ പറയുന്ന റോഷിയാസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും വൃത്തിയായി ഒരു ബൈറ്റ് റോഷിയാസി കൊടുക്കുന്നത് കണ്ടത് ക്ലാരിറ്റിയാണ്, ഷാർപ്പ് ബൈറ്റാണ്. അതിനേക്കാളും വൃത്തിയായിട്ട് ഇന്ന് ജോസ് കെ മാണിയും പറഞ്ഞു. അപ്പോൾ അടരുവാൻ വയ്യുന്നു എന്നുള്ളതാണ്. ഈ ഇലക്ഷൻ 90 ദിവസമേ ഉള്ളൂ. ഈ 90 ദിവസത്തിനുള്ളിൽ കാണിച്ചാൽ മതി. മനസ്സിലായില്ലേ? വിസ്മയ മെഷീനെ അത് കേടാവുമ്പോൾ ചില സങ്കടങ്ങൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ 3 യെസ്, നോ ഇന്ന് 1. Meet the editors.